ഹലോ, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇതൊരു വീക്കെൻഡ് വ്ലോഗാണ്. ഒരു സാറ്റർഡേ മോർണിംഗ് ഞാൻ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കൂടെ ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ് നിങ്ങൾ കാണുന്നത്. ക്ലാസ് എന്താന്ന് വെച്ചാൽ ഞാനൊരു സർട്ടിഫൈഡ് ലൈഫ് കോച്ച് ആണെന്ന് ഇതിനോടകം തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ. എൻ്റെ അടുത്ത് ഇപ്പം ഓൾമോസ്റ്റ് 30-ൽ കൂടുതൽ ക്ലയൻസ് സെഷനൊക്കെ അറ്റൻഡ് ചെയ്ത് മിടുക്കരായി പോയി കഴിഞ്ഞു. മിടുക്കരെന്ന് വെച്ചാൽ അവർ ഓൾറെഡി മിടുക്കരാണ്. അവർക്ക് നല്ല ചേഞ്ച് വന്ന് പോയി കഴിഞ്ഞു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാനൊരു ലൈഫ് കോച്ചാന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞു എന്നല്ലല്ലോ അർത്ഥം. അപ്പം ഞാനും കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം. ഒരു സർട്ടിഫിക്കേഷൻ എടുത്തു, അതിന്റെ കൂടെ നിർത്താൻ പറ്റത്തില്ല. ഞാനും എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം എന്നാണല്ലോ പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ ടെക്നിക്സ് ഞാനും പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ക്ലയൻസ് എൻ്റെ അടുത്ത് വരുന്നവർക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എനിക്കിഷ്ടമാണ് ഇങ്ങനെ അങ്ങനെ പുതിയ ക്ലാസ് വെച്ചാൽ ലൈഫ് കോച്ച് റിലേറ്റഡ് ക്ലാസ് ആണ് കേട്ടോ. വേറെ പുതിയ പുതിയ സംഭവങ്ങൾ പഠിച്ച് നമ്മൾ എല്ലാത്തിലും കൂടെ കൈവെക്കുന്നത് എനിക്ക് അങ്ങനെ താല്പര്യമില്ല. ഇതിനോട് റിലേറ്റഡ് ക്ലാസ്സുകളാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഡീവിയേറ്റ് ചെയ്തൊന്നും പോകുന്നില്ല. അപ്പം എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിന് ബെനിഫിറ്റ് ആവുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് വോയേജർ എന്ന് പറഞ്ഞിട്ട് ഒരു കഫേയിലെത്തി. അവിടെ എത്തി മുരളിയേട്ടൻ ഒരു ബർഗർ ഓർഡർ ചെയ്തു. ഞാനൊരു ബാർബക്യൂ ചിക്കൻ വിങ്സ്, അതൊരു 3 പീസുള്ള ചിക്കൻ വിങ്സ് ഓർഡർ ചെയ്തു. പിന്നെ ഒരു ലോഡഡ് ചിക്കൻ ഫ്രൈസ്, അത് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് ഞങ്ങളുടെ ഒരു വീഡിയോ കോള് ദുബായ് ഷാർജ എന്നും പറയാം, രശ്മി ഗിരിച്ചേട്ടൻ പിന്നെ മനോജ് സുമി അവരൊക്കെ വിളിച്ചു. അപ്പം സാധാരണ ഇത് സാറ്റർഡേ ഈവനിങ് ആണ് ഞങ്ങളുടെ ഈ വീഡിയോ കോൾ. എല്ലാ വീക്കെൻഡും ഓൾമോസ്റ്റ് ഉണ്ട്. അപ്പം അവർക്ക് വൈകുന്നേരം എന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് അവർ ഉച്ചയ്ക്കൊക്കെ വിളിച്ചു. അപ്പം ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ വെച്ച് ആ കോൾ അങ്ങ് നടന്നു. റെസ്റ്റോറൻറ്റിൽ ആക്ച്വലി ഭയങ്കര പാട്ടും ബഹളമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ കോൾ ആർക്കും ഡിസ്റ്റർബൻസ് ആയില്ല. അതുകൊണ്ട് പിന്നെ അവിടെ വെച്ച് സംസാരിച്ചാണ് കേട്ടോ. പിന്നെ ഞാൻ ഷോപ്പിങ്ങിന് പോയ ഇത് മാലതി സിൽക്സ് എന്ന് പറഞ്ഞിട്ടൊരു കടയാണ്. അത് ഞാൻ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ വീട്ടിലെത്തിയിട്ട് ബാക്കി പറയാം കേട്ടോ. ഞാൻ കുറേ പ്ലാനുകളും ഒക്കെ ആയിട്ട് പോയതാണ്. നിങ്ങളെ വീഡിയോ എടുത്തെല്ലാം കാണിക്കാം എന്നൊക്കെ വിചാരിച്ചാണ് പോയത്. പക്ഷേ അധികം വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല. അതൊക്കെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഇതിപ്പം ഞാൻ സാരിയൊക്കെ നോക്കി തകർക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ച് പോയ സാരികളൊന്നും കിട്ടിയില്ല കേട്ടോ. ഞാൻ ഈ നാരായൺപെട്ട് അതൊക്കെയാണ് ഉദ്ദേശിച്ച് പോയത്. അവിടെ ഇങ്ങനെ കുറേ ഓണം കളക്ഷൻസ് വന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് കണ്ടിട്ടൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഇൻസ്റ്റാഗ്രാം വീഡിയോസിൽ കാണുന്നത് ഒന്നും നമുക്ക് നേരിട്ട് പോകുമ്പോൾ ഇതൊന്നും ആയിരിക്കത്തില്ല. ശരിക്കുമുള്ള സംഭവം നമുക്ക് പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് കേട്ടോ. അവിടെ ആക്ച്വലി അതൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. ഇത് അവരുടെ മുകളിലത്തെ ഫ്ലോറിൽ കുറേ ജെൻസ് ഷർട്ട് ഉണ്ടായിരുന്നു. അപ്പം അത് മുരളിയേട്ടനെ കാണിച്ചതാണ് കേട്ടോ. ജസ്റ്റ് മുരളിയേട്ടൻ വേണമെന്ന് ചോദിച്ചു. മുരളിയേട്ടൻ വേണ്ടാന്ന് പറഞ്ഞു. അത് അങ്ങനെ മുരളിയേട്ടൻ്റെ ഏജിന് പറ്റിയ ഷർട്ട്സ് ആയിരുന്നില്ല. ഞാൻ ജസ്റ്റ് കാണിച്ചതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കി. പിന്നെ കുറേ ടീനേജ് പിള്ളേർക്ക് ഇടാൻ പറ്റിയ കുറച്ച് ഷർട്ട്സും ഉണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ വെറുതെ ചായ കുടിക്കാനായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചായ സുട്ട ബാർ എന്നും പറഞ്ഞൊരു, അതൊരു കുഞ്ഞ് കഫേ ചായക്കട എന്ന് പറയാം. എനിക്ക് ഈ മട്ക ചായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ വാരണാസിയിൽ പോയതിന് ശേഷം എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു വാരണാസിയിലെ ചായ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു വാരണാസിയിലെ ചായ. മട്ക ചായയും ഈ മസ്ക ബണ്ണും കൂടെ, അത് ഞങ്ങൾ ഒരെണ്ണം മേടിച്ച് ഷെയർ ചെയ്യായിരുന്നു. ഈ പോയടത്തെല്ലാം നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഈ ബർഗറും മറ്റേ ലോഡഡ് ഫ്രൈസും ഒന്നും ഞാൻ കാര്യമായിട്ട് കഴിച്ചില്ല. അതെല്ലാം ഞാൻ ഇച്ചിരിയേ കഴിക്കുന്നുള്ളൂ കേട്ടോ. കാരണം കഷ്ടപ്പെട്ടാണ് ഡയറ്റ് ചെയ്ത് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇപ്പോൾ വെയിറ്റ്. എനിക്ക് പെട്ടെന്ന് ഞാൻ കുറച്ച് കഴിച്ചാൽ തന്നെ നന്നായിട്ട് വെയിറ്റ് കൂടും. അതുകൊണ്ട് വീക്കെൻഡ് ആണെന്നും പറഞ്ഞിട്ട് നേരത്തെ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നേ. ഒരാഴ്ച കഷ്ടപ്പെട്ട് വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കും, എന്നിട്ട് വീക്കെൻഡ് കഴിക്കും. ഇപ്പോൾ പക്ഷേ വീക്കെൻഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഷോപ്പിങ്ങും ഫുഡ് അടിയും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചെത്തി. ഞാൻ ഷോപ്പിങ്ങിന് പോയ സ്ഥലത്ത് വീഡിയോ എടുത്ത് അവിടുത്തെ കളക്ഷൻസ് ഒക്കെ നിങ്ങളെ കാണിക്കണം എന്നായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ വീഡിയോഗ്രാഫി അവിടെ അലൗഡ് അല്ല, വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ആ ഷോപ്പിനെ പറ്റി എനിക്ക് അറിഞ്ഞത് ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കണ്ടിട്ടാണ് അവരുടെ കളക്ഷൻസിനെ പറ്റി കൂടുതൽ അറിഞ്ഞത്. അപ്പം മുരളിയേട്ടൻ അവരോട് ചോദിച്ചു, അപ്പോൾ നിങ്ങൾ എന്താ വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് അത് കൊളാബ് ചെയ്യുന്നവർക്ക് ആണ് മാത്രമേ അവർ വീഡിയോഗ്രാഫി അലൗഡ് ആയിട്ടുള്ളൂ, അത് പെയ്ഡ് പ്രൊമോഷനായിട്ട് മാത്രമേ അവർ വീഡിയോഗ്രാഫി സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം ഞാൻ എടുത്ത സംഭവങ്ങൾ നിങ്ങളെ കാണിക്കാം കേട്ടോ. ബാക്കി അവിടെ കിട്ടിയ കുറച്ച് വീഡിയോ ക്ലിപ്പിങ്സ് ഇപ്പം നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അവർ പറയുന്നതിന് മുമ്പേ എടുത്ത കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ.
പക്ഷെ അത്യാവശ്യം കുറച്ച് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പറയാതിരിക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് കളക്ഷൻസ് ഉണ്ട്. ഞാൻ മെയിനായിട്ടും എനിക്ക് ഈ വീഡിയോസിലൊക്കെ കണ്ടത് നാരായൺപെട്ട് സാരീസ് അത് നോക്കാനായിരുന്നു. അതാണ് ഞാൻ കണ്ടത്. പക്ഷെ അത് അവിടെ തീർന്നു എന്ന് പറഞ്ഞു. നാരായൺപെട്ടിൻ്റെ ചുരിദാർ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ ഈ മെറ്റീരിയൽ എടുത്ത് തയ്ക്കുന്നത് കുറവായതുകൊണ്ട് ഞാനത് നോക്കിയില്ല. പിന്നെ അതിൻ്റെ റെഡിമെയ്ഡും ടോപ്പുകളുണ്ട്. പക്ഷെ അത് കുറച്ച് കോസ്റ്റ്ലി ആണ്. നിങ്ങൾക്ക് ഇപ്പം അങ്ങനത്തെ നിങ്ങൾ എന്തെങ്കിലും ഒരു വെഡ്ഡിങ് അല്ലെങ്കിൽ ഒരു ഈവൻറ്റിനോ ഒരു റിസപ്ഷൻ അങ്ങനത്തെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ അങ്ങനത്തെ ചുരിദാർ ഇതൊക്കെ ടോപ്പ് അല്ലെങ്കിൽ ചുരിദാർ നമുക്ക് ബോട്ടം ഇതൊക്കെ വേറെ എടുത്താൽ മതിയല്ലോ. അങ്ങനത്തെ ഇടുന്നവരാണെങ്കിൽ ഇത് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ സാരിയാണ് ഉടുക്കുന്നത്. ഞാൻ അങ്ങനത്തെ ചുരിദാർ ഇടാറില്ല, അതുകൊണ്ട് ഞാനത് എടുത്തില്ല. പക്ഷെ അങ്ങനത്തെ രസമുള്ള ഭംഗിയുള്ളതുണ്ട് കേട്ടോ. കാണുമ്പോൾ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പക്ഷെ ഞാനത് ചുരിദാർ ഇടാറില്ലാത്തത് കൊണ്ടാണ് ഞാൻ അത്രയും കോസ്റ്റ്ലി ആയിട്ട് എടുക്കുന്നത്. നമ്മൾ ഇടുന്നെങ്കിലല്ലേ അത് എടുത്തിട്ട് കാര്യമുള്ളൂ. കഫ്താൻസും എനിക്ക് മൊഡാൾ സിൽക്കിന്റെ കഫ്താൻ വേണം എന്നുണ്ടായിരുന്നു. അതും തീർന്നു, സ്റ്റോക്ക് ഔട്ട് ആയെന്നാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ എപ്പോഴെങ്കിലും പോവാണെങ്കിൽ നോക്കാം. അപ്പൊ ഞാൻ എടുത്തത് കാണിക്കാം കേട്ടോ. എടുത്തത് ഇതിന്റെ പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇത് സാരിയുടെ പേരല്ല, മെറ്റീരിയല് മഹേശ്വരി സിൽക്ക് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇത് ഈ ബ്ലൂ, വയലറ്റ്, കോഫി ബ്രൗൺ അങ്ങനെ പല കളേഴ്സിൽ അവൈലബിൾ ആണ്. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അധികം സ്റ്റിഫ് അല്ല, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ മഹേശ്വരി സിൽക്ക്. എനിക്ക് സാരിയെ പറ്റിയുള്ള ഗ്രാഹ്യം കുറച്ച് കുറവാണ് കേട്ടോ. അപ്പോൾ അവരോട് ഞാൻ ഈ പേര് ചോദിച്ച് പഠിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പേര് ഇങ്ങനെ കാണാതെ പഠിച്ച് വന്നേക്കുന്നത്. അതുകൊണ്ടാണ് വേഗം തന്നെ ഇതിൻ്റെ പേര് പറയുന്നത്, മഹേശ്വരി സിൽക്ക്. ഓക്കെ, അധികം കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വേണ്ടവർക്ക് ഈ മഹേശ്വരി സിൽക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. നല്ല ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. എനിക്ക് ബ്ലൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ബ്ലൂ. എനിക്ക് ബ്ലൂ പൊതുവേ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ ഇങ്ങനത്തെ ഈ ബ്ലൂവിലെ സാരികളും കുറവാണ്. അപ്പം നല്ലൊരു ബ്ലൂ ഞാൻ മിക്കവാറും ഓണത്തിന് കൊടുക്കുമായിരിക്കും. ഇതിൻ്റെ ബ്ലൗസ് വരുന്നതും ഈ ബ്ലൂവിലെ പ്ലെയിൻ ആണ്. ഓക്കെ, ഇതിൻ്റെ ഇങ്ങനെ ടാസിൽസ് ഉണ്ട്, ചെറിയ ടാസിൽസ് വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 3850 ആണ് വരുന്നത്. ഇത് ഞാൻ എടുക്കുമോ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യുമോ എന്ന് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല. ഇത് 2 ലിനൻ സാരീസ് ആണ്. ഇതിങ്ങനെ ഡബിളോ ട്രിപ്പിളോ ഷെയ്ഡ് വരുന്ന ഇതും ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. ലിനൻ സാരീസ്. ഇതിനകത്ത് 3 കളേഴ്സ് വരുന്നുണ്ട്. ഈ ബ്ലാക്ക് ബോർഡറിൽ വരുന്നു, പിന്നെ ഇങ്ങനെ യെല്ലോ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ്. ഒട്ടും ഇങ്ങനെ ഭയങ്കര, എനിക്ക് വേർഡ് കിട്ടുന്നില്ല, ഒട്ടും വടിയല്ലാതെ ഇരിക്കുന്ന അങ്ങനത്തെ ഇത് സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ പ്രിഫർ ചെയ്യുന്നവർക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ഈ ലിനൻ സാരീസ്. ഇങ്ങനെ യെല്ലോ ആണ് വരുന്നത്. രസമുള്ള ഒരു ഇതാണ്. ഓക്കെ, പിന്നെ ഈ ഒരെണ്ണം നല്ല രസമല്ലേ ഇതും കാണാനായിട്ട്. ഇങ്ങനെ വയലറ്റ് ഇങ്ങനെ ലൈൻസ് വരുന്നു. ഇത് ബ്ലാക്ക് ആൻഡ് ഒരു സിൽവർ പോലെ വരും. പക്ഷെ ഇതിന്റെ അകം വേറൊരു ഇതാണ് വരുന്നത്. ഇങ്ങനെ വരും, കണ്ടോ? ഈ ഒരു രീതിയിലാണ് അകത്തോട്ട് വരുന്നത്. ബ്ലൗസ് ആണെന്ന് തോന്നുന്നു അത് വരുന്നത്, പക്ഷെ രസമുണ്ട് അത്. അപ്പോൾ ഈ 3 സാരീസാണ് ഞാൻ അവിടെ നിർത്തിയേക്കുന്നത്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാം. ഡ്രസ്സുകൾ നോക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ ഡ്രസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രോക്ക്, അതിനെയാണ് ഡ്രസ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇടുന്നത് എല്ലാത്തിനും ഡ്രസ്സ് എന്നല്ല. ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സുകൾ, ഫ്രോക്കുകൾ, അതാണ് ഡ്രസ്സ് കേട്ടോ. ഫ്രോക്ക് നമ്മൾ കൊച്ചു പിള്ളേരുടെ ഉടുപ്പിനല്ലേ പറയുന്നത്. ഡ്രസ് ടൈപ്പ് ഇതാണ് ഡ്രസ്സ്. അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ അവിടെ. സ്റ്റോക്ക് തീർന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ നാരായൺപെട്ട് സാരീസ് വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ നാരായൺപെട്ടിന്റെ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു, സാരീസ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. മെറ്റീരിയൽ ഞാൻ പൊതുവെ മെറ്റീരിയൽ എടുത്ത് തയ്പ്പിക്കുന്ന കുറവായതാണ് മെറ്റീരിയൽ നോക്കാനത്. പിന്നെ ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ നോക്കാം. അപ്പം ഇത്രയൊക്കെയാണ് ഷോപ്പിംഗ് വിശേഷങ്ങൾ. പിന്നെ വേറെ വിശേഷങ്ങളൊന്നും തൽക്കാലം ഇല്ല. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ, എന്തായി, ഞാൻ എടുത്ത സാരി ഒക്കെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാം. ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ വീഡിയോ കാണുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം, ഞാൻ എപ്പോഴും പറയുന്നതാണ്. അപ്പം അങ്ങനെയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. പിന്നെ കുറേ പേര് കഴിഞ്ഞ ഞാൻ മീൽ പ്രപ്പ് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു
എൻ്റെ ഡയറ്റ് വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ എന്താണ് ഫുഡ് കഴിച്ച വെയിറ്റ് കുറയ്ക്കാനൊക്കെ ചെയ്യണം. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്, ഞാൻ ഒരു Q&A ചെയ്താലോ എന്നാലും ഡയറ്റിനെ പറ്റി മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഞാനൊരു 3 വർഷമായെന്ന് തോന്നുന്നു ഒരു Q&A ചെയ്തിട്ട്. അതെന്താ അത്രയും വലിയൊരു ഗ്യാപ്പ് വന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എന്തോ അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, ഒരു ഗ്യാപ്പ് വന്നു. അപ്പം ഞാൻ ഒരു Q&A ചെയ്യാം. അപ്പം ഞാൻ ഒരു ഷോർട്സ് വല്ലതും ഇടാം Q&A, അതിൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇടാം. അപ്പം Q&A നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്ന് ആദ്യം ഇതിൽ കമൻറ്റ് ചെയ്യാം. വേണോ വേണ്ടയോ എന്ന് അറിഞ്ഞിട്ട് വേണമല്ലോ ഞാൻ അതിനെ പറ്റിയൊരു ഇത് ചെയ്യാൻ. Q&A വേണോ വേണ്ടയോ അതാദ്യം കമൻറ്റ് ചെയ്യാം, എന്നിട്ട് ഞാൻ ഡിസൈഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു Q&A പ്ലാൻ ചെയ്യാം. ഡയറ്റ് മാത്രമല്ല, എല്ലാത്തിനെയും കുറിച്ചും. എനിക്ക് തോന്നുന്നു കുറേ നാളായില്ലേ, ഒരു 3 വർഷത്തോളം. ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എത്ര നാളായി Q&A ചെയ്തിട്ട്. അപ്പം നിങ്ങൾക്ക് ഒത്തിരി വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം പറയുക. അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി പ്ലാൻ ചെയ്യാം. ഞാൻ മാത്രമല്ല, മുരളിയേട്ടനുമായിട്ട് മുരളിയേട്ടനെ പിടിച്ചിരുത്തി ചെയ്യിക്കലൊരു കടമ്പയാണ്. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്യാം. അപ്പം പറയുക ആദ്യം താല്പര്യമുണ്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റാ.